തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേരളത്തിന്റെ പ്രശ്നം പാർട്ടികളാണെന്ന് കമ്മീഷൻ കോടതിയെ അറിയിക്കുന്നു. അതേവശം കമ്മീഷൻ പറയുന്നതല്ല കേരളത്തിലെ സ്ഥിതി എന്ന് സംസ്ഥാനവും കോടതിയിൽ പറയുന്നുണ്ട്. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അബ്ദുൾ റഷീദ്, അതായത് കഴിഞ്ഞയിടയ്ക്ക് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരുന്നു സുപ്രീം കോടതി. എന്തായാലും കമ്മീഷൻ പറയുന്നത് കേരളത്തിലെ പ്രശ്നം പാർട്ടികളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴും ഇതിന്റെ നടപടികളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ കമ്മീഷൻ പറയുന്നത് 22% ഡിജിറ്റലൈസേഷൻ നടന്നു എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികളെ അടക്കം ഉപയോഗിക്കാം എന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരെയും കേരളം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അബ്ദുൾ റഷീദ്, കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് നിലവിൽ പരിഗണിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പ്രത്യേക പരാമർശങ്ങൾ കേരളത്തിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമാകുന്ന തരത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ നിലവിലെ സ്ഥിതി അത് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മറ്റു 11 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ SIR നടപടികൾ അത് നീട്ടിവെക്കണമെന്നുള്ള ആവശ്യം അനിവാര്യമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 22%-ലധികം SIR നടപടികൾ അതോടൊപ്പം തന്നെ ഡിജിറ്റലൈസേഷൻ നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തമിഴ്നാട്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും SIR നടപടികൾ വേഗത്തിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളൊരു വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ പാർട്ടികളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാദമായി ഈ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ നിരവധി ദേശീയ പാർട്ടികളും അതോടൊപ്പം മറ്റു സംസ്ഥാനത്തിനകത്തെ പാർട്ടികളൊക്കെ തന്നെയും SIR-നെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ SIR നടപടികൾ വൈകിപ്പിക്കുന്നതിനും ഇത്തരത്തിൽ പ്രതിസന്ധികളാക്കുന്നതിന് കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ ചാർത്താനുള്ള ഒരു ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം കേരളത്തിന്റെ സ്ഥിതിയും തമിഴ്നാടിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ BLO-മാരുടെ സമ്മർദ്ദം കൂടുന്നതും അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ BLO-മാർക്കുള്ള അധിക ചുമതലയടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്, അതായത് ഈ BLO-മാർക്ക് നിലവിൽ BLO-മാരുടെ അതായത് ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ മാത്രമാണ് ഉള്ളത്. അവരുടെ അധിക ജോലിയോ അധിക ഭാരമോ അവർക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ BLO-മാരുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നൊരു കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 4-ാം തീയതി വരെയാണ്, അതായത് ഡിസംബർ 4-ാം തീയതി വരെയാണ് ഈ SIR എന്യൂമറേഷൻ ഫോമുകളൊക്കെ തന്നെയും തിരിച്ച് കൈപ്പറ്റുകയും അതോടൊപ്പം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുകയും ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തിനകത്തിൽ നിരവധി അപേക്ഷകൾ ഇതിനോടകം തന്നെ ഡിജിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ BLO-മാർക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം സംസ്ഥാനത്തിന് വേണ്ടിയും ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കപിൽ സിബൽ അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ വേണ്ടി ഹാജരായിട്ടുള്ള കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച പൂർണ്ണമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. ഭദ്ര, തീർച്ചയായും അബ്ദുൾ റഷീദ്, അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 2-ാം തീയതി വരെ, അതായത് അത്രയും ദിവസം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം നീട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത്. അത് കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ, പ്രത്യേകിച്ചും BLO-മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ.
തീർച്ചയായും ഈ BLOമാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അതായത് 4-ാം തീയതി വരെയാണ് ഇത് അവസാനമായി ഈ എന്യൂമറേഷൻ ഫോം തിരിച്ച് കൈപ്പറ്റുകയും അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് നിലവിൽ ഇന്ന് 26-ാം തീയതിയായി, ദിവസങ്ങൾ മാത്രമാണ് ഈ 4-ാം തീയതി എന്ന ദിവസത്തേക്ക് അവസാന തീയതിയിലേക്ക് നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ BLOമാർക്ക് കൂടുതൽ ഇത്തരം ജോലി സമ്മർദ്ദം അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ പോകുന്ന നടപടി എന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അതിലൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായിട്ടുള്ള കൗൺസിലർ പറയുകയും ചെയ്തിട്ടില്ല. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ BLOമാർക്ക് അവരുടെ നിലവിലുള്ള ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ ജോലികൾ മാത്രമാണുള്ളത്. മറ്റു ജോലികൾക്കൊന്നും തന്നെ അവരെ ഇപ്പോൾ നിയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും BLOമാരുടെ മാനസിക സമ്മർദ്ദം, ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് പ്രത്യേകിച്ചും BLOമാരുടെ മാനസിക സമ്മർദ്ദം ഉയരുക, അവരുടെ അധിക ജോലി, അധിക ഭാരമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ചക്കകം ഇത് സമർപ്പിക്കണമെന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ള. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു സ്ഥിതി അത് വ്യത്യസ്തമാണ്. നിലവിൽ ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ SIR നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമാവുകയാണ്. എന്തായാലും കേരളത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഇനി തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും സമർപ്പിക്കുന്ന ഹർജി സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ വാദം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.